ഇത് വെറും ഒരു എഗ്രിമെന്റ് മാത്രമാണ്. ഫീലിങ്സ് ഒന്നും ഉണ്ടാകരുത്. അവളുടെ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു പോയെങ്കിലും അവന്റെ കണ്ണിൽ ആ ഒരു നിമിഷം ആശയക്കുഴപ്പം തോന്നി. അവളുടെ പേര് നന്ദിത. IT കമ്പനിയിൽ ഒരു സീനിയർ പൊസിഷനിൽ വർക്ക് ചെയ്യുകയാണ്. വിജയം, പണം, ഇൻഡിപെൻഡൻസ് എല്ലാം ഉണ്ടെങ്കിലും കുടുംബസമ്മർദ്ദം മാത്രമാണ് അവൾക്ക് തോൽപ്പിക്കാനാകാത്തത്. ഇനിയും കല്യാണം വൈകിയാൽ നിന്റെ അമ്മയ്ക്ക് ഈ ഷോക്ക് സഹിക്കാനാവില്ല. അതായിരുന്നു വീട്ടിലെ അവസാനത്തെ മുന്നറിയിപ്പ്. ആ സമയമായിരുന്നു ആദിത്യൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും അവനില്ല. ഒരു ഫെയിലിംഗ് സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ ഇതാ ഒരു ഫ്രീലാൻസ് കൺസൾട്ടായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ. ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയത്. നന്ദിത നേരെ കാര്യത്തിലേക്ക് വന്നു. 1 വർഷത്തേക്ക് ലീഗൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പബ്ലിക് അപ്പിയറൻസ്, ഫാമിലി ഫംഗ്ഷൻ, പക്ഷെ പ്രൈവറ്റ് ലൈഫ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരിക്കും. അവൾ അടുത്തുണ്ടായിരുന്ന ആ ടേബിളിൽ എഗ്രിമെന്റ് വെച്ചു. അതിൽ എഴുതിയിരിക്കുന്ന കണ്ടീഷൻസ്: നോ ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, നോ ഫിസിക്കൽ റിലേഷൻ, സെപ്പറേറ്റ് റൂംസ്, ഫിക്സഡ് മന്ത്ലി പേയ്മെന്റ്. ആദിത്യന്റെ ആദ്യ നോട്ടം എഗ്രിമെന്റിലേക്ക് നോക്കി, പിന്നെ അവളിലേക്കും. 1 വർഷം കഴിഞ്ഞാൽ? അവൻ ചോദിച്ചു. മ്യൂച്വൽ ഡിവോഴ്സ്, ക്ലീൻ എക്സിറ്റ്. അവളുടെ ശബ്ദം സ്റ്റോൺ പോലെ ഹാർഡ്. അത് കേട്ട ഒരു മാത്രയിൽ അവൻ ഒപ്പുവെച്ചു. അങ്ങനെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായി. പക്ഷേ സ്ട്രേഞ്ചേഴ്സായി ആ ആദ്യ രാത്രി. വലിയൊരു ഫ്ലാറ്റ്, 2 മുറികൾ, പക്ഷേ നിശബ്ദമായ ഒരു മുറി. അന്നത്തെ ആ രാത്രിയിൽ അവൾ മുറി അടയ്ക്കുമ്പോൾ ആദിത്യൻ ബാൽക്കണിയിൽ നിന്നും സിറ്റി ലൈഫ് നോക്കി നിൽക്കുന്നു. കോൺട്രാക്ട് മാത്രമാണെങ്കിൽ ഈ ഹൃദയം എന്തിനാണിങ്ങനെ മിടിക്കുന്നത്? അവൻ സ്വയം ചോദിച്ചു. ആ നിമിഷവും അവൾ തൻ്റെ മുറിയിലെ അലമാരയിലെ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ്. അവരുടെ ആ രാത്രി വളരെ നിശബ്ദമായിരുന്നു. ഫ്ലാറ്റിലെ AC-യും ക്ലോക്കിൻ്റെ ശബ്ദവും ഒഴിച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി 2 പേരുടെയും ഹൃദയം നന്നായി ഇടിക്കുന്നുണ്ടായിരുന്നു. നന്ദിത മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു. കിടക്കയിൽ കിടന്നിട്ടും ഉറക്കം വന്നില്ല. റൂമിന് വെളിയിൽ നിന്ന് ആദിത്യൻ ആ സമയം അകത്തേക്ക് കയറി വന്നു. ആ ഒരു സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ആ കിടക്കയിൽ അവനിരുന്നു. കിടക്ക അല്പം താഴ്ന്നു. നന്ദിത കണ്ണടച്ചെങ്കിലും ഉറങ്ങുന്നില്ല എന്ന് അവനത് മനസ്സിലായി. നീ ഉറങ്ങുന്നില്ലേ? അവൻ സാധാരണ ശബ്ദത്തിൽ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ശരീരം അല്പം ടെൻസായി. ഇങ്ങനെ വന്നിരിക്കരുതെന്ന് ശരിയല്ലെന്നറിയാം, പക്ഷേ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നില്ല. അവളൊരല്പം അസ്വസ്ഥയായി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഏകദേശം 2 മിനിറ്റ് അവർ 2 പേരും മിണ്ടാതെയിരുന്നു. ഇത് പതിവാക്കരുത്, അവൾ പറഞ്ഞു. നന്ദിതയുടെ ആ പറച്ചിലിൽ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ആ നിമിഷം അവൾ വീണ്ടും കിടന്നു. ഡോർ അടഞ്ഞു. അവൾ വീണ്ടും തിരിഞ്ഞു കിടന്നു. കണ്ണടച്ചു. ഉറങ്ങാൻ ശ്രമിച്ചു. അല്പനിമിഷം കഴിഞ്ഞ് അവൾ കണ്ണു തുറന്ന് ക്ലോക്ക് നോക്കി. ടൈം നീങ്ങുന്നില്ല. തൊട്ടടുത്ത റൂമിൽ ആദിത്യൻ കിടന്നെങ്കിലും അവനും ഉറക്കം വന്നില്ല. അവനും ക്ലോക്ക് നോക്കി. സീലിംഗ് ഫാനിന്റെ ശബ്ദം കേട്ട് അങ്ങനെ കിടന്നു. ശരിക്കും ഇതൊക്കെ വേണമായിരുന്നു എന്ന് അവൻ ഒരുപാട് തവണ തോന്നി. കുറച്ച് സമയം കഴിഞ്ഞ് നന്ദിത വെള്ളം കുടിക്കാൻ പുറത്തേക്ക് വന്നു. കിച്ചണിലെ ലൈറ്റ് ഓണായിരുന്നു. ആ ഒരു നിമിഷം ആദിത്യനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 പേരും പരസ്പരം ഒന്ന് നോക്കി, പക്ഷെ ഒന്നും സംസാരിച്ചതുമില്ല. അവൻ വെള്ളം കുടിച്ചു. ശേഷം ഗ്ലാസ് സിങ്കിൽ വെച്ചു. നിങ്ങൾ ഉറങ്ങിയില്ലേ? അവൾ ചോദിച്ചു. ഇല്ല എന്നവൻ മറുപടി പറഞ്ഞു. ആ ഒരു നിമിഷത്തിന് ശേഷം നന്ദിത തിരിച്ച് മുറിയിലേക്ക് പോയി. ശേഷം ഡോർ അടച്ചു. അവൻ കുറച്ച് സമയം കിച്ചണിൽ തന്നെ ഇങ്ങനെ നിന്നു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തു. ആ ഒരു ദിവസം, ആ ഒരു രാത്രി ഒരു സാധാരണ രാത്രി പോലെ കടന്നുപോയി. രാവിലെ അലാറം മുഴങ്ങിയതോടെ നന്ദിത ഉടൻ എഴുന്നേറ്റു. ഉറക്കം പൂർണ്ണമായി പോയിട്ടില്ല. കണ്ണ് സ്വല്പം തിരുമ്മിക്കൊണ്ട് മുറി വിട്ട് പുറത്തേക്ക് നടന്നു. ആ സമയം അടുക്കളയിൽ ലൈറ്റ് ഓണായിരുന്നു. ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദിത്യൻ. അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്, അവൻ പറയുന്ന സമയത്ത് നന്ദിത അല്പം സർപ്രൈസ്ഡായി. എങ്കിലും ഒന്നും കാണിക്കാതെ മോർണിംഗ് എന്നവൾ പറഞ്ഞു. അവൾ വാതിലിനരികിലേക്ക് ചാരി നിന്നു. ചായ വേണോ? ആദിത്യൻ ചോദിക്കുന്ന സമയത്ത് വേണ്ട എന്നായിരുന്നു അവളുടെ മറുപടി. 2 പേരും പരസ്പരം ഒന്നും സംസാരിക്കാനില്ലാതെ ആ അടുക്കളവാതിലിനരികിൽ നിന്നു. ഓഫീസ് ടൈം എപ്പോഴാ? അവൻ ചോദിക്കുന്ന സമയത്ത് 9:30 എന്നവൾ മറുപടി പറഞ്ഞു. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. അവളോടത് പറയുന്ന സമയത്ത് അവൾ അവനെ നോക്കി.
കൃത്യം 9 കഴിഞ്ഞ സമയത്ത് തന്നെ റെഡിയായി അവൾ ബാഗ് എടുത്തു. ആ ഒരു സമയം പോകാനായി ഇറങ്ങുമ്പോൾ ഒരു അപ്രതീക്ഷിതം എന്നതുപോലെ അവൻ അവളോട് ചോദിച്ചു, ലഞ്ച് ഓർഡർ ചെയ്യണോ അതോ ഞാൻ കുക്ക് ചെയ്യണോ? കുക്ക് ചെയ്യുകയൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോളാം, അവൾ മറുപടി പറഞ്ഞു. ആ ഒരു സമയം നന്ദിതയുടെ ആ പറച്ചിലിൽ ആദിത്യൻ ഒരു ചിരിയോടെയായിരുന്നു പ്രതികരിച്ചത്. പതിവ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നന്ദിത ഓഫീസിലെത്തി. മോർണിംഗ് മീറ്റിംഗ്സ്, മെയിൽസ്, കോൾസ്, റൊട്ടീൻ പോലെ എല്ലാ സമയം പോയി. സമയം നോക്കിയപ്പോൾ 11 മണി കഴിഞ്ഞിരുന്നു. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ആദിത്യനായിരുന്നു. ലഞ്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, 11:30 ആവുന്ന സമയത്ത് ഞാൻ അവിടേക്ക് കൊണ്ടുവരാം എന്നൊരു വാട്സാപ്പ് മെസ്സേജ് ആയിരുന്നു അത്. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടാന്ന്. ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആദിത്യൻ നിർബന്ധിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ റിസപ്ഷനിൽ കൊടുത്തിട്ട് പൊക്കോളാൻ നന്ദിത മറുപടി അയച്ചു. ഏകദേശം 11:30 ആയപ്പോൾ ഓഫീസ് റിസപ്ഷനിൽ ആദിത്യനെത്തി. സിമ്പിളായിട്ടുള്ളൊരു ഷർട്ട്, കയ്യിലാണെങ്കിൽ ഒരു ലഞ്ച് ബാഗും. റിസപ്ഷനിലെ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അവൻ പറഞ്ഞു, ഇത് നന്ദിതയ്ക്കാണ്. ഏകദേശം മീറ്റിംഗ് സമയം കഴിഞ്ഞ് നന്ദിത പുറത്തേക്ക് വന്നു. റിസപ്ഷനിലാണെങ്കിൽ ആദിത്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട സമയത്ത് തന്നെ ആദിത്യൻ ഒന്ന് പുഞ്ചിരിച്ചു. ഇതെന്താ ഇവിടെ തന്നെയുണ്ടോ, പോയില്ലേ എന്നവൾ ചോദിച്ചു. അത് ചോദിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ അവൻ ആ ലഞ്ച് ബാഗ് അവൾക്ക് കൈമാറി. അവൻ പോയി കഴിഞ്ഞ് നന്ദിത ലഞ്ച് ബാഗ് എടുത്ത് ഡെസ്കിലേക്ക് നടന്നു. ആ ഒരു നിമിഷം പുഞ്ചിരിയോടെ ചിരിച്ചു വരുന്ന നന്ദിതയെ കണ്ട സമയത്ത് കൊളീഗായ രമ്യ ചോദിച്ചു, ഇതെന്താ ഹോംലി ഫുഡാണോന്ന്? ആ ഒരു നിമിഷം ഒരു എക്സൈറ്റ്മെൻറ്റോട് തന്നെ അവളൊന്ന് മൂളി, അതെ. ഏകദേശം 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ലഞ്ച് ബോക്സ് എടുത്ത് പാൻട്രിയിലേക്ക് നടന്നു. അവിടെ ചെറിയൊരു പീഠമുണ്ട്, അവിടെ ഇരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാറ്. പാൻട്രിയിലെത്തി അവൾ ലഞ്ച് ബോക്സ് തുറന്നപ്പോൾ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള മണം. കുഞ്ഞുനാളിൽ എപ്പോഴോ അമ്മയുണ്ടാക്കി തരുന്ന അതേ ഭക്ഷണത്തിൻ്റെ അതേ ഒരു സ്വാദും അതുപോലെ തന്നെ അതേ ഒരു സ്മെല്ലും. തോരനും മെഴുക്ക് പുരട്ടിയും മുട്ട പൊരിച്ചതും മീൻ വറുത്തതും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ തന്നെയുണ്ട്. ആ ഒരു ഭക്ഷണം കണ്ട സമയത്ത് തന്നെ അവളുടെ വായിൽ കപ്പലോടി. ഇനിയും അധികം വൈകാതെ അവൾ ആ പീഠത്തിലേക്കിരുന്നു. പാത്രത്തിൽ നിന്നും ഒരു പിടിയെടുത്ത് വായിലേക്ക് വെച്ചു. എന്നാ സ്വാദ്! ആ ഒരു സമയം ഓരോ പിടി കഴിക്കുമ്പോഴും അവളുടെ മനസ്സും വയറും ഒരേപോലെ നിറയുന്നുണ്ടായിരുന്നു. വലത് കൈകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടത് കൈകൊണ്ട് മൊബൈൽ എടുത്തു. ശേഷം ആദിത്യനൊരു മെസ്സേജ് അയച്ചു, താങ്ക്സ്. നന്ദിതയുടെ ആ ഒരു മെസ്സേജിൽ ആദിത്യൻ ഒരു സ്മൈൽ മാത്രമായിരുന്നു തിരിച്ചയച്ചത്. അന്നത്തെ ദിവസം അവളുടെ ലൈഫിൽ എന്തോ ഒരു ചേഞ്ചസ് വരുന്ന പോലെ അവൾക്ക് തന്നെ തോന്നി. മനസ്സിന് എന്തൊക്കെയൊരു വെപ്രാളം, ഇതുവരെ തോന്നിയിട്ടില്ലാത്ത എന്തോ പോലെ. അവളുടെ മനസ്സ് എന്തിനു വേണ്ടി അറ്റാച്ച്ഡ് ആവുന്ന പോലെ. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക.